ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നാടെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ് പ്ലസ് ഓർ മൈനസ് എന്തായാലും ആ മാറ്റമുണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിഭാധനനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട്. അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസ്സുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാശിക്കുന്നത്. മകളുണ്ടായിരുന്നു, മറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരോടും അവരും ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ അവർക്കൊരു പരാതിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് നേരത്തെ മുഹമ്മദ് റിയാസ് ഇവിടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള ഇത്. അവരോട് മിനിസ്റ്റർ സംസാരിച്ചല്ലേ? മോളോടും മറ്റുള്ളവരോടും സംസാരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. പ്രാർത്ഥനയും ചികിത്സയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.